പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ ഫലം കാണാത്തതുകൊണ്ട് നിർത്തരുത്. നീ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അത് ചിലപ്പോൾ പ്രാർത്ഥനയായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതായിരിക്കാം. അത് ദൈവം കാണുന്നുണ്ട്. ദൈവ പൈതലേ, ഇന്ന് നീ ചെയ്യുന്നത് നാളെ അനുഗ്രഹമായി തന്നെ മടങ്ങി വരും. ഗലേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 9 ഇപ്രകാരം പറയുന്നു: നന്മ ചെയ്യുകയിൽ മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് കൊയ്യും. ദൈവത്തിൻ്റെ ടൈമിംഗ് അതൊരിക്കലും തെറ്റില്ല. പ്രിയ ദൈവ പൈതലേ, നോക്കൂ, ജോസഫിൻ്റെ ജീവിതം നോക്കുകയാണെങ്കിൽ സ്വന്തം സഹോദരങ്ങൾ അവനെ വഞ്ചിച്ചു, അടിമയായി വിറ്റു, അവന് ജയിലിൽ കിടക്കേണ്ടി വന്നു. എന്നാൽ അവൻ ദൈവത്തെ വിട്ടില്ല, നല്ലത് ചെയ്യുകയിൽ മടുത്തില്ല. അതുകൊണ്ട് പിന്നത്തേതിൽ ദൈവം അവനെ വലിയ സ്ഥാനത്തേക്ക് ഉയർത്തി. അവൻ അനുഭവിച്ച കഷ്ടങ്ങൾ വെറുതെ ആയില്ല. കുറച്ച് വൈകിയെങ്കിലും ദൈവം അവനെ ഉയർത്തി. അതുപോലെ നിന്റെ ജീവിതത്തിലും ദൈവം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, ആകയാൽ മടുത്തു പോകരുത്. തക്ക സമയമാകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ജെനിസിസ് ചാപ്റ്റർ 50 വേഴ്സ് 20 ഇപ്രകാരം പറയുന്നു: നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. നിന്റെ അനുഗ്രഹങ്ങൾ വൈകുന്നതുകൊണ്ട് മനുഷ്യർ നിന്നെ പരിഹസിച്ചേക്കാം, ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയേക്കാം. ജീവിതത്തിൽ ചിലപ്പോൾ അൺഫെയറായ കാര്യങ്ങൾ സംഭവിച്ചേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ കയ്യിലെത്തിയാൽ നമ്മുടെ ആ വേദന പോലും അവൻ അനുഗ്രഹമാക്കി മാറ്റും. പ്രിയ ദൈവ പൈതലേ, ജോസഫ് ഇപ്രകാരം പറഞ്ഞു കാണും. അതുപോലെ നമുക്കും പറയാം: അവരെന്നെ തകർക്കാൻ ശ്രമിച്ചു, പക്ഷേ ദൈവം അതിനെ എൻ്റെ ഉയർച്ചയ്ക്കായി ഉപയോഗിച്ചു. ഇത് നമ്മളോടും സംസാരിക്കുന്നു. ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ നടന്ന ചില കാര്യങ്ങൾ മോശമാണെന്ന് തോന്നിയേക്കാം, പക്ഷേ ദൈവം അതിനെപ്പോലും നന്മയ്ക്കാക്കി മാറ്റും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അപ്പാ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവ പൈതലിനെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ സമാധാനമില്ലാത്തതായിരിക്കാം. ചിലപ്പോൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ഒന്നും നടക്കുന്നില്ലല്ലോ, വൈകിയാണല്ലോ എൻ്റെ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള ചിന്തയായിരിക്കാം. ഏത് തന്നെ വിഷയമായാലും അപ്പാ, നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും ഇറക്കി വയ്ക്കുന്നു. അപ്പാ, നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ സമാധാനമുണ്ട്, സന്തോഷമുണ്ടല്ലോ അപ്പാ. സമാധാനത്താലും സന്തോഷത്താലും എന്നെ കേൾക്കുന്ന ഈ നിൻ്റെ മക്കളെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയ ദൈവ പൈതലേ, മനുഷ്യർ നിന്നെ താഴ്ത്താൻ ശ്രമിച്ചാലും ദൈവത്തിന് നിന്നെ ഉയർത്താൻ കഴിയും. ഇന്നത്തെ തടസ്സം നാളത്തെ അനുഗ്രഹത്തിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ട് തളർന്നു പോകരുത്, മടുത്തു പോകരുത്. സമാധാനത്തോടെ സന്തോഷത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക. എൻ്റെ ഈ സന്ദേശം നിങ്ങൾക്ക് സമാധാനം തന്നുവെങ്കിൽ, സന്തോഷം തന്നുവെങ്കിൽ, മനസ്സിന് ധൈര്യവും ഉറപ്പും പ്രത്യാശയും തന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുമല്ലോ. ആമേൻ.